ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. എൻ്റെ പ്രിയപ്പെട്ടവരെ, പന്തക്കുസ്തായ്ക്ക് വേണ്ടിയുള്ള ഒരുക്കത്തിൻ്റെ അവസാന ദിവസത്തിൽ നമ്മൾ എത്തി നിൽക്കുകയാണ്. ത്രിദിനത്തിൻ്റെ അവസാന ദിവസം, നവനാൾ ചൊല്ലിയവർ അതിൻ്റെ അവസാന ദിവസം, 50 ദിവസം ഒരുങ്ങിയവർ അതിൻ്റെ അവസാന ദിവസം, ക്ലൈമാക്സിൽ എത്തി നിൽക്കുന്ന ഒരു ദിവസമാണ്. പ്രിയമുള്ളവരെ, ഇന്ന് നമുക്ക് പന്തക്കുസ്താ തിരുനാളിൽ പരിശുദ്ധ അമ്മയ്ക്കുള്ള ഒരു സ്ഥാനത്തെക്കുറിച്ച് നമുക്ക് ധ്യാനിക്കാമെന്ന് വിചാരിക്കുകയാണ്. ലൂക്കാസ് സുവിശേഷം 1-ാം അധ്യായം 35-ാം തിരുവചനത്തിൽ ഇങ്ങനെ നമ്മൾ വായിക്കുന്നു: ദൂതൻ അവളോട് പറഞ്ഞു, പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും, അത്യുന്നതന്റെ ശക്തി നിന്റെ മേൽ ആവസിക്കും. ആകയാൽ ജനിക്കാൻ പോകുന്ന ശിശു പരിശുദ്ധൻ, ദൈവപുത്രൻ എന്ന് വിളിക്കപ്പെടും. പ്രിയമുള്ളവരെ, അന്ന് മുതൽ പരിശുദ്ധ അമ്മയുടെ വാക്ക്, പ്രവൃത്തി, ചിന്ത എല്ലാം പരിശുദ്ധമായിരുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കുന്നു. എല്ലാം പരിശുദ്ധമായിരുന്നു. അപ്പോസ്തല പ്രവർത്തനങ്ങൾ 1-ാം അധ്യായം 14-ാമത്തെ വചനം നമ്മൾ ഇങ്ങനെ വായിക്കുന്നു: അവർ ഏക മനസ്സോടെ യേശുവിൻ്റെ അമ്മയായ മറിയത്തോടും മറ്റു സ്ത്രീകളോടും അവൻ്റെ സഹോദരന്മാരോടും ഒപ്പം പ്രാർത്ഥിച്ചുകൊണ്ട് കഴിഞ്ഞുകൂടി, പ്രാർത്ഥനയിൽ കഴിഞ്ഞുകൂടി. അപ്പൊ പരിശുദ്ധ അമ്മ ഈ അപ്പോസ്തലന്മാരെ പ്രാർത്ഥനയുടെ കൂട്ടായ്മകളെ ചേർത്ത് പിടിച്ചു നിർത്തുകയാണ്. എന്താ കാരണം എന്നറിയാമോ? പരിശുദ്ധാത്മാവ് വരുന്നത് വരെ നിങ്ങൾ നഗരം വിട്ടു പോകരുതെന്ന് കർത്താവ് ഈശോ മിശിഹാ സ്വർഗാരോഹണ വേളയിൽ അവരോട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇവര് ഒരെണ്ണം പോലും നഷ്ടപ്പെടാതെ ഒരുമിച്ച് ഇരുത്തണം എന്നുള്ള ഒരു വലിയ ഉത്തരവാദിത്വം പരിശുദ്ധ അമ്മ ഏറ്റെടുക്കുകയാണ്. അമ്മയ്ക്കറിയാം ആത്മാവ് വന്നാലുള്ള പ്രത്യേകത എന്താണെന്ന്. നമ്മൾ വായിക്കുന്നുണ്ട്, പരിശുദ്ധാത്മാവ് പരിശുദ്ധ അമ്മയുടെ ഉദരത്തിൽ വന്ന ഉടനെ തന്നെ സംഭവിച്ചത് എന്താണ്? എലിസബത്തിനെ കാണാൻ വേണ്ടി, എലിസബത്തിനെ ശുശ്രൂഷിക്കാൻ വേണ്ടി അവൾ ഗർഭിണിയാണെന്ന് അറിഞ്ഞപ്പോൾ അവളെ അന്വേഷിച്ച് പോവാണ്. നമ്മൾ പറയും മറിയം എലിസബത്തിനെ സന്ദർശിക്കും, വളരെ സിമ്പിളായിട്ട്. പക്ഷെ നോക്കിയേ, ഗർഭിണിയായ പ്രായമായിട്ടുള്ള അമ്മൂമ്മയായിട്ടുള്ള എലിസബത്തിനെ 3 മാസക്കാലം ശുശ്രൂഷ ചെയ്തു. 6-ാം മാസത്തിലാണ് മറിയം അറിയുന്നത് അവൾ ഗർഭിണിയാണെന്നുള്ള കാര്യം. നോക്കിയേ, തുടർന്നുള്ള 3 മാസവും 10 ദിവസവും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ 16-17 വയസ്സുള്ള മറിയം എലിസബത്തിന്റെ പ്രസവ ശുശ്രൂഷയ്ക്ക് വേണ്ടിയിട്ടാണ് പോകുന്നത്. അപ്പൊ ഒരു പെൺകുട്ടി, ഇത്രയും ചെറുപ്പമായുള്ള പെൺകുട്ടി ഒരു പ്രസവ ശുശ്രൂഷയ്ക്ക് നേതൃത്വം കൊടുക്കുന്ന കാര്യം ആലോചിച്ച് നോക്കിയേ. അപ്പൊ ഈ പവർ എവിടെ നിന്ന് കിട്ടിയേ? പരിശുദ്ധാത്മാവ് വന്നപ്പോൾ നിറഞ്ഞ പവറാണ്. ഇനി നോക്കിയേ, ബെത്ലഹേം നഗരിയിൽ കാലികളുടെ സങ്കേതമായ ഒരു ഗുഹയിൽ പാതിരാക്കി ഉണ്ണി മിശിഹായെ പ്രസവിച്ചു. സിമ്പിളായിട്ട് നമ്മൾ രഹസ്യത്തിൽ ഇങ്ങനെ വായിക്കുകയാണ്. പക്ഷെ ഒന്ന് ആലോചിച്ച് നോക്കിയേ, ആരുമില്ല സഹായത്തിന്. ഔസേപ്പിതാവ് മാത്രമേ ഉള്ളൂ. ഔസേപ്പിതാവിന് ധൈര്യം കൊടുത്തുകൊണ്ട് ഈ ചങ്കൂറ്റത്തോടുകൂടെ ഈ പ്രസവത്തിന് എന്താ പറയുക, ഉണ്ണിശോയെ പ്രസവിക്കാനുള്ള എല്ലാ നേതൃത്വം എടുക്കുന്നത് മറിയം തന്നെയാണ്. അപ്പൊ ഈ ധൈര്യം എവിടെ നിന്ന് കിട്ടിയത്? പരിശുദ്ധാത്മാവിന്റെ അഭിഷേകത്തോടെ കിട്ടിയതാണ്. അപ്പൊ മറിയത്തിനറിയാം, ഈ പേടിത്തൊണ്ടന്മാരായ അപ്പോസ്തലന്മാർ മുഴുവനും പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം കത്തിജ്വലിച്ച് കഴിയുമ്പോൾ ഇവരിങ്ങനെ ജ്വലിക്കും. അപ്പൊ ഇത് അനുഭവം കിട്ടിയ അമ്മ ഇവരെ ചേർത്ത് പിടിച്ച് നിർത്തുകയാണ്. ഈശോയുടെ ഉത്ഥാനത്തിന് ശേഷം പലവട്ടം ഈശോയ്ക്ക് പ്രത്യക്ഷപ്പെടേണ്ട വന്നു ഇവരെല്ലാവരും ഒരുമിച്ച് കിട്ടാൻ. തോമാസ് ലീഹയൊക്കെ ഒരുമിച്ച് നിർത്താന്ന് പറഞ്ഞാൽ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്, ചാടിപ്പോകുന്ന ടീം. പക്ഷേ പരിശുദ്ധ അമ്മ ഒരൊറ്റ എണ്ണത്തിനെ പോലും പുറത്തു വിടാതെ, ജപമാലയിലെ മണികൾ ആ ചരട് എങ്ങനെയാണോ കോർത്ത് പിടിക്കുന്നത് അതുപോലെ പരിശുദ്ധ അമ്മ വചനങ്ങളാകുന്ന സ്വർണമുത്തുകളാകുന്ന അപ്പോസ്തലന്മാർ എങ്ങനെ കോർത്ത് പിടിച്ചിരുത്തി. ആ കോർത്ത് പിടിച്ചിരുത്തലിലാണ് സ്വർഗം തുറക്കപ്പെട്ട് ആത്മാവിന്റെ അഭിഷേകം അഗ്നി നാളങ്ങളായി അപ്പോസ്തലന്മാരിൽ പ്രകടമായത്. കണ്ടോ? അപ്പോസ്തലന്മാരിൽ ഇത് പ്രകടമായി അവരനുഭവിച്ചറിയാണ്. അവരിലുള്ള പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനം, ശക്തി അവർ തന്നെ അനുഭവിച്ചറിയുകയാണ്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ കുടുംബത്തിലും ഈ ഒരു പന്തക്കുസ്താനുഭവം വേണ്ടേ? ഇടവകയിൽ പന്തക്കുസ്താനുഭവം വേണം, നമ്മുടെ കൂട്ടായ്മകളിൽ പന്തക്കുസ്താനുഭവം വേണം. ഈ നമ്മുടെ കുടുംബങ്ങളിലാണ് ഏറ്റവും പ്രധാനമായിട്ട് പന്തക്കുസ്താനുഭവം വേണ്ടത്. പരിശുദ്ധ കന്യാമറിയം ഔസേപ്പിതാവിനെ ജസ്റ്റ് ഒന്ന് നോക്കുമ്പോഴേക്കും എന്താണ് മറിയം ഉദ്ദേശിക്കുന്നത് എന്നുള്ള കാര്യം മുഴുവൻ ഔസേപ്പിതാവിന് മനസ്സിലാവുകയാണ്. എങ്ങനെയാണ്? മറിയത്തിന്റെ ഉള്ളിൽ പരിശുദ്ധാത്മാവ് നിറഞ്ഞു നിന്നതുകൊണ്ട്. നമ്മുടെ കുടുംബങ്ങളിൽ പരിശുദ്ധാത്മാവിന്റെ ശക്തമായ ഒരു അഭിഷേകം ഒന്ന് നിറയാൻ ഇന്ന് പ്രാർത്ഥിക്കണം. പരിശുദ്ധ അമ്മയെ കൂട്ടുപിടിക്കണം. അമ്മ എവിടേക്ക് പോകുന്നുവോ അവിടേക്ക് പരിശുദ്ധാത്മാവ് വരും. കാരണം പരിശുദ്ധാത്മാവിന്റെ മണവാട്ടിയാണ് പരിശുദ്ധ കന്യാമറിയം. ഇനി ഇവരെങ്ങോട്ട് പോകുന്നുവോ അവിടേക്ക് ഈശോയും വരും. പിന്നെ പരിശുദ്ധ ത്രിത്വത്തിന്റെ സാന്നിധ്യം പരിശുദ്ധ അമ്മയുടെ കൂടെ എങ്ങനെ വരികയാണ്. അപ്പൊ അത്രയും പവറുള്ള ഒരു സ്ത്രീ, സാധാരണ സ്ത്രീയാണ് എങ്കിലും അത്രയ്ക്ക് പവറുള്ള ഒരു സ്ത്രീ. നോക്കിയേ, തിരുസഭയാകുന്ന അമ്മയെ ചേർത്ത് പിടിക്കുന്ന ആരാ? പരിശുദ്ധ കന്യാമറിയമാണ്. ജപമാലയാണ് നമ്മളെല്ലാവരെയും, കത്തോലിക്ക സഭയിലെ അംഗങ്ങളെ മുഴുവനും ചേർത്ത് പിടിക്കുന്നത്. കത്തോലിക്ക സഭയിൽ നിന്ന് പുറത്തു പോകുന്നവരെ കാര്യം ആലോചിക്കുക. എല്ലാവരും പരിശുദ്ധ അമ്മയെ തള്ളി പറഞ്ഞിട്ട് പോണവരാ, അല്ലെങ്കിൽ പരിശുദ്ധ അമ്മ ദൈവതുല്യാണെന്നൊക്കെ പറഞ്ഞു മാറിപ്പോകുന്നവരാണ്. അപ്പൊ എല്ലായിടത്തും പ്രശ്നം ഉണ്ടാക്കുന്നവരൊക്കെ പരിശുദ്ധ അമ്മയെ പിടിച്ചിട്ടാണ് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമുക്ക് കൂട്ടായ്മ വേണമെങ്കിൽ, നമുക്ക് പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം വേണമെങ്കിൽ അമ്മയോട് ചേർന്ന് നിൽക്കണം. പരിശുദ്ധ അമ്മയോട് ചേർന്ന് നിന്ന് ഈ രാത്രിയിൽ നമുക്ക് പ്രാർത്ഥിക്കണം.
നാളത്തെ ദിവസത്തിന് വേണ്ടി ഒരുങ്ങണം. പരിശുദ്ധാത്മാവ് നമ്മിലേക്ക് ശക്തമായിട്ട് എഴുന്നള്ളി വരട്ടെ. എല്ലാവർക്കും പെന്തക്കോസ്താ തിരുനാളിന്റെ മംഗളാശംസകൾ, ഒരുക്ക ദിനത്തിന്റെ മംഗളാശംസകൾ നേരുന്നു. നന്ദി.